തിന്നണേ ബാത്റൂം എണീക്കാൻ നിക്കണ്ട കാര്യം പറയാ പ്രത്യേകിച്ച് വിക്കിനോട് എണ്ണയെല്ലാം കൊറച്ചൊഴിക്കണേ എണ്ണയിലാന്ന് ഇത് എണ്ണ അധികം ഒഴിക്കുമ്പോ പ്രശ്നം കിട്ടുന്ന പോലെ എടുത്ത് വെച്ചിട്ട് ബിരിയാണി ആക്കി തിന്നിട്ട് വയറും വന്നിരിക്കുന്നു വിക്കി ചിരിക്കുന്ന ചിരിക്കും നോക്കിട്ടെല്ലാം ഉണ്ടാക്കി കഴിക്ക് വിക്കി ഈ വിക്കിന്റെ ഈ കുഞ്ഞി ഫോട്ടോമാര് വിക്കില് ശരിക്കുള്ള ഫോട്ടോമാ വെച്ചൊന്ന് കാണട്ട് നല്ല പ്രിയ എനക്ക് വിക്കീന്ന് പറയുമ്പോ കുഞ്ഞിനെ തന്നെ ഓർമ്മ വരുന്നു ആ കുഞ്ഞന്നല്ലേ ചെറിയ കുട്ടി ആ കുട്ടീന്റെ മുഖം തന്നെ ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വിക്കി പാസ്ത പാക്കറ്റിൽ വരും ഞാൻ ചെറിയ ഡിലീറ്റ് ആക്കി അയക്കാൻ വിടാണ് നസർക്ക സഭ്യയാണ് നമ്മളാ നാസർക്ക പോയോ നസർക്കനെ കാണുന്നില്ല രാജേശ്വരനെ കാണുന്നില്ല പിന്നെ ആരുണ്ടായേ വിജോസഫായിനെ കാണുന്നേ ഇല്ല ബാലാജി ബാലാജി ഹൈന്ന്ന്ന് തമിഴ് എഴുതി തന്നിട്ട് പോയി നമുക്ക് തമിഴ് അറിയണ്ടേ വിക്കി വായിക്കണമെങ്കില് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഗൂഗിളിൽ നോക്കാം അത് ചൂടുവെള്ളത്തിൽ പൊട്ടിച്ചിട്ടുണ്ടാക്കാം ഓക്കെ ഓക്കെ എളുപ്പപ്പണിയന്നെ പിന്നെ എനക്ക് പാസ്ത ഉണ്ടാക്കാൻ അറിയില്ല റെജിക്കും അറിയില്ല അപ്പൊ വിക്കി എങ്ങനെ ഉണ്ടാക്കിയത് പാസ്തയാവും വിക്കി ആക്കുന്ന വീഡിയോ എടുത്ത് നോക്ക് അതന്നെ വിക്കി പാസ്ത ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ട് അയച്ചേ അതന്നെ അയക്ക് നോക്കട്ടെ എങ്ങനെയുണ്ട്ന്ന് ഞാനൊന്നും ചേർക്കേണ്ട എല്ലാം പാക്കറ്റിലുണ്ട് ഓ എല്ലാം എളുപ്പപ്പണിയല്ലേ എളുപ്പപ്പണിയാണ് എല്ലാം ഇട്ട് കൊടുത്താൽ ചൂടുവെള്ളത്തിൽ എല്ലാം ആയി പൊട്ടിച്ചിട്ടുമ്പോഴത്തേക്ക് പാസ്ത റെഡി ഓക്കെ ഓക്കെ ആദ്യം വിക്കി എങ്ങനെ ആക്കം നമുക്ക് തിന്ന് നോക്കീട്ട് നമുക്ക് വാങ്ങാം ആമീസ നമുക്കും വാങ്ങാം പ്രിയ പോയില്ലേ പ്രിയ പോയി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ഞാൻ കത്തിച്ചാ പോരേ അത് അടുപ്പിലിട്ടാ പോരെ എന്തിനാ അതിനെ മുറിച്ചിടുന്നെ ഇങ്ങനെ നമ്മക്ക് സാധനം ആക്കി തരാൻ എല്ലാരും പോയോ പ്രജി ഇല്ല 3 ആളുണ്ട് ഇന്നലെ പുട്ടും മട്ടനും ഓഹ് ഉണ്ടാക്കി സൂപ്പർ ഫുഡെല്ലാം ആക്കാൻ അറിയാല്ലേ ഇന്നലെ പുട്ടും മട്ടനും അടിപൊളി സൂപ്പർ അടിപൊളി മട്ടൻ ബിരിയാണി ഉണ്ടാക്കേക്കല്ലേ വിക്കി പാസ്ത അവിടെ ഇല്ലേ പാസ്ത അവിടെ ഇല്ലേ പാസ്ത ഉണ്ടാവുമായിരിക്കും നമ്മളിതുവരെ അങ്ങനത്തൊന്നും നോക്കി നീ കഴിച്ചിനോ പാസ്ത ഞാൻ പാസ്ത കഴിച്ചിട്ടാ ഉണ്ടാവുമായിരിക്കും സത്യം പറഞ്ഞ പാസ്തയൊക്കെ വാങ്ങി കഴിച്ച് നോക്കണം എങ്ങനെയുണ്ട് പാസ്ത ചൂടുവെള്ളത്തിലിടുന്ന പാസ്തയാണെങ്കിൽ എളുപ്പമായി റജിക്ക് റേഞ്ച് കുറവാ ബിരിയാണി നിർക്കൊന്നും വേണ്ട കുറച്ചും കൂടെ ഒന്ന് പഠിച്ചിട്ട് ഒന്നും കൂടി ഉണ്ടാക്കി നോക്ക് കുഴപ്പമില്ല ശരിയാവും ഫസ്റ്റ് പരാജയപ്പെട്ടാ പിന്നെ വിജയിക്കുന്നതാണ് ബിരിയാണി നിർത്തി ആദ്യ അതാ മോനെ പരാജയം നല്ലത് വിജയത്തിന്റെ ചവിട്ടുപടി അല്ല പ്രജി ആദ്യ പരാജയല്ല ഞാൻ പറയതാ വിക്കിനോട് ബിരിയാണി പരാജയപ്പെട്ട ഇനി ഞാൻ ഉണ്ടാക്കണമെന്ന് ആദ്യം ബിരിയാണി ആക്കിയ സമയത്ത് ബിരിയാണിക്ക് ആക്കിയ മസാല ഇല്ലേ അത് ചിക്കൻ കറി പോലെ ഉണ്ടായി എന്നിട്ടോ വെള്ളായിട്ട് ഫസ്റ്റ് ഇപ്പൊ ഞാൻ നല്ല സൂപ്പർ ബിരിയാണി ഉണ്ടാക്കും പാക്കറ്റിൽ വരും മാഗി പോലെ വേറൊരു സാധനം ഓക്കെ ഓക്കെ നമ്മള് നോക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടോ റജി പോയാ